5ാം ക്ലാസ്സിലെ പേജ് നമ്പർ 123 ഈ 2 ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പ്യൂട്ട് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ഈച്ച് ഓഫ് ദ ഷേപ്പ് ബിലോ. ഈ തന്നിരിക്കുന്ന ചിത്രത്തിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. ചുറ്റളവും ഏരിയയും കണ്ടുപിടിക്കണം. ചിത്രം ഇച്ചിരി വലുതാക്കാം. ഓക്കെ, നോക്കുക. ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എന്താ? ഈ സൈഡ് 6 പ്ലസ് എന്ത് ചെയ്താൽ മതി? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 6 പ്ലസ് ഈ സൈഡ് 4 പ്ലസ് ഈ സൈഡിൽ ഇപ്പോൾ കാണുന്നില്ലല്ലോ ഒന്നും. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് മുഴുവൻ 6 ആയിരുന്നല്ലോ, അതിൽ നിന്ന് 1 മൈനസ് ചെയ്തപ്പോൾ എത്രയായി? 5 ആയി. ഇത്രയും ലെങ്ത്ത്. വീണ്ടും നമ്മൾ 1 മൈനസ് ചെയ്തപ്പോൾ എന്തായി? 4 ആയി. ഈ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് അല്ലേ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്. അപ്പോൾ ഈ ദിസ് ലെങ്ത് എന്ന് പറയുന്നത് 4 cm. അപ്പം 6 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് ദാ ഇവിടെ ഒരു 1 ഉണ്ട്, പ്ലസ് ദാ ഇവിടെ ഒരു 1 ഉണ്ട്, പ്ലസ് ഈ 2 പ്ലസ് 1 ഇത്ര ആഡ് ചെയ്യണം. ഓക്കെ, 6 4 10, 10 4 14, 15 16 18 19 19 സെൻറ്റിമീറ്ററാണ് ഈ ചിത്രത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഓരോരോ പീസാക്കിയിട്ട് ആ പീസസിൻ്റെത് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു എളുപ്പമാർഗ്ഗം ടീച്ചർ പറയുന്നത് നോക്കുക, ഇത് നമ്മൾ മുഴുവനായിട്ട് വരച്ചു എന്ന് വിചാരിക്കുക. ഇത് ഞാനിങ്ങനെ മുഴുവനായിട്ട് വരച്ചിരുന്നു എങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം. 6 4s ആർ എന്താണ്? 6 × 4 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലോ. അതിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്താൽ മതി? ഇത്രയും മൈനസ് ചെയ്ത് കളഞ്ഞാൽ പോരെ? മുഴുവനുള്ളതിൽ നിന്നും ഇത്രയും ഭാഗം മുറിച്ച് കളഞ്ഞാൽ എന്തായി? ബാക്കിയായി. അപ്പോൾ ഇത്രയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതൊരു പീസാക്കി എടുത്തു കഴിഞ്ഞാൽ എന്താണിത്? ഇതൊരു ഫസ്റ്റ് പീസ്, ഇത് സെക്കൻഡ് പീസാണ്. നോക്കുക, ഈ ഫസ്റ്റ് പീസിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിട്ടാണല്ലോ. ഈ ലെങ്ത് എത്രയാണ്? 2 അല്ലേ? അതായത് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിരുന്നു, ഇവിടെ 1 അഗെയിൻ 1 ഇവിടെ രണ്ടിടത്ത് 1 ഉള്ളതുകൊണ്ട് ഈ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. സോ 2 1s ആർ 2. ഏരിയ ഓഫ് 1 എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഏരിയ ഓഫ് 1 ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 cm². ഈ ഏരിയ ഓഫ് 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 2 × 1 ദാറ്റ് ഈസ് ഓൾസോ 2 cm². ദെൻ ഏരിയ ഓഫ് ദ ബ്ലൂ റീജിയൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 24-ൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? ഈ 2 2കളെ മൈനസ് ചെയ്താൽ പോരെ? അതായത് 2 + 2 രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 24-ൽ നിന്ന് 2 മൈനസ് ചെയ്യുക, എഗെയിൻ വീണ്ടും ഒരു 2 മൈനസ് ചെയ്യുക. അതിനുള്ള എളുപ്പമാർഗ്ഗം 24-ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ മതിയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 cm². ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ ആ ഭാഗം. അതേ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ എന്താണ്? നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു പെരിമീറ്റർ എന്ന് പറയുന്നത് 5 + 4 പ്ലസ് ഈ ലെങ്ത്ത്. ഇത് ഫുൾ എത്രയാണെന്ന് നമുക്കറിയാം. ഫുൾ എത്രയാണ്? ഇത് മുഴുവൻ 5 ആണ്. സോറി, ഈ 5-ൽ നിന്നും ഈ ലെങ്ത്ത് നമുക്ക് പർട്ടിക്കുലറായിട്ട് അറിഞ്ഞുകൂടാ അല്ലേ? ഈ ലെങ്ത്ത് എത്രയാണെന്നും ഈ ലെങ്ത്ത് എത്രയാണെന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഫുള്ള് 5 ആണെന്നറിയാം. അതിൽ നിന്ന് ഇവിടുത്തെ കട്ട് ചെയ്ത ലെങ്ത്ത് എത്രയാണെന്ന് അറിയാം, 1 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി എന്തായാലും 4 ആണല്ലോ. 4 പ്ലസ് ഈ 1 + 1 + 1 എത്രയാ? 3. ആകെ മൊത്തത്തിൽ 5 4 9 10 13 16 സെൻറ്റിമീറ്ററാണ് പെരിമീറ്റർ കേട്ടോ. പെരിമീറ്റർ പറയുമ്പോൾ സെൻറ്റിമീറ്റർ എന്നേ പറയാവുള്ളൂ, സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയരുത്. ഇനി ഈ ചിത്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ ഫുൾ ഏരിയ ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതിയല്ലോ. സോ ഫുൾ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 cm². അതിൽ നിന്ന് എന്താണ് മൈനസ് ചെയ്യേണ്ടത്? ഈ ഒരു ചെറിയ പീസിൻ്റെ ഏരിയ, അതായത് 1 1s ആർ 1 എന്നുള്ളത്. ഏരിയ ഓഫ് 1 എന്താണ്? 1 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 cm². ദെൻ ഏരിയ ഓഫ് ബ്ലൂ റീജിയൻ. ഏരിയ ഓഫ് ബ്ലൂ റീജിയൻ എന്ത് വരും? 20 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു
19 സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് പേജ് നമ്പർ 124 ചോദ്യമാണ്. ഈ T ഷേപ്പ് പോലുള്ള ഈ ചിത്രത്തിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 പീസാക്കുക. കണ്ടോ, ഇവിടെ കട്ട് ചെയ്ത് 2 പീസാക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് വണ്ണും ഇത് സെക്കൻഡ് വണ്ണും, രണ്ടിൻ്റെയും കൂടെ ഏരിയ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഏരിയ ഓഫ് 1 അല്ലെങ്കിൽ ഒന്നിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. ദാറ്റ് ഈസ് 5 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 cm സ്ക്വയർ. ഇനി ഇവിടെ ഈ ലെങ്ത് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇവിടെ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 5. ഇത് ഇത്രയും 1 ആണെങ്കിൽ ബാക്കി ഇവിടെ നിന്ന് ഇവിടെ വരെ എത്ര വരും, 4 അല്ലേ വരുള്ളൂ. 5 - 1 4 ആണ് ഈ ലെങ്ത് കേട്ടോ. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് 1 × 4 അല്ലെങ്കിൽ 4 × 1 എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 cm സ്ക്വയർ. ദെൻ ടോട്ടൽ ഏരിയ ആകെ പരപ്പളവ് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. 5 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 cm സ്ക്വയർ. ദെൻ നമുക്ക് ചുറ്റളവും കൂടെ കണ്ടുപിടിക്കാം. ചുറ്റളവ് ഇത് 1 + ഇത് 4 ആണല്ലോ, ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ്. ദെൻ ഇത് ആകെ മൊത്തത്തിൽ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ 1 കട്ടായി പോയല്ലോ, ബാക്കി ഈ 2 ലെങ്ത്തും കൂടെ 4 വരും. അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ചുറ്റളവ് സമം 1 + ഈ 2 4 8 എന്ന് എഴുതാം. ഈ ഒരു 5 പ്ലസ് ചെയ്യാം. ദെൻ ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. അപ്പോൾ നമുക്ക് 2 എന്ന് എഴുതാം. ഇത് ഫുൾ 5 ആണ്, അതിൽ നിന്ന് 1 കട്ട് ചെയ്തു, അപ്പോൾ 4 എന്ന് എഴുതാം. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 9 + 4 4 2 6 5 11 1 12 8 20 സെൻറ്റിമീറ്റർ. ടീച്ചറുടെ നേരം പോയി, അതുകൊണ്ട് ഇന്ന് മറ്റ് 2 വീഡിയോകളുമായിട്ട് ടീച്ചർ നാളെ തന്നെ എത്താം കേട്ടോ. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ എല്ലാവരും ചെയ്ത് നന്നായിട്ട് പഠിക്കണേ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.